കേരളക്കരന്റെ ഏറ്റവും വലിയ ചാകര പൊന്നു മക്കളെ ഞാനിന്ന് കാണിച്ചു തരാൻ പോകട്ടെ. നോക്ക് എന്റെ ലൈഫില് ആരും ഇത്രയധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ആരും കണ്ടിട്ടുണ്ട്. നമ്മളെ തോക്ക് വള്ളത് ഇത് കാണുന്നത് ആവേശം കണ്ടത്. നോക്കി നമ്മുടെ വലിപ്പം വരെ ഇന്ത്യ വീടാണ് കണ്ട ഫുള്ള് പറ്റ കിട്ടില്ല കാഴ്ച വീഡിയോ അവസാനം വരെ കേട്ടോ ഒത്തിരി നേരെ വീഡിയോ വാ. മലയാളത്തിൽ വീഡിയോ വേണമെന്ന് പറഞ്ഞ കൂട്ടുകാരോട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൊന്നു മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഞാൻ അടക്കം ആദ്യമായിട്ടാണ് ഒരു വലിയൊരു മീൻ വേട്ടേനെ കേട്ടോ. വല നിറച്ച് നമുക്ക് കിട്ടണത് അത്രക്കും വലിപ്പം തന്നെ 40, 50, 55, 30, 25 കിലോ പല വലിപ്പം തന്നെ വറ്റ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാനുള്ള ഇങ്ങനെ ഒരു മീൻ നമുക്ക് കിട്ടുമെന്ന്. പക്ഷെ ഉള്ളിലൊരു പ്രതീക്ഷയും വെച്ചുകൊണ്ട് നമ്മളത് എല്ലാവരും നമ്മുടെ ഫിർദോസ് എന്ന് പറഞ്ഞ വള്ളത്തിലോട്ട് കയറിയാണ്. അപ്പോൾ സലീമിക്കാണ് ആ കയറി പോണത്. ഇക്കയാണ് ഈ വള്ളത്തിന്റെ ആര്യക്കാരനും ഓൾറൗണ്ടർ കേട്ടാ. അങ്ങനെ ഇക്ക കയറി പിന്നെ പണിക്കാരെല്ലാവരും ഞാനും ഒക്കെ കയറേണ്ട. അങ്ങനെ വള്ളത്തിലോട്ട് കയറൊരു കാഴ്ചയാണ് നിങ്ങൾ കാണാം. ഇവിടെ നിന്ന് നമ്മൾ വള്ളം കൊടുത്തിട്ട് നേരെ കടലിലോട്ട് പോയിട്ട് വല അടിക്കണോട്ടുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ പലരും കമന്റ് ഇട്ട് ചോദിച്ചിരുന്നു കൊമ്പ മലയാളത്തിലില്ലെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു വോയിസ് ഓവറും കാര്യങ്ങളും കൊടുക്കണത്. നമ്മളെല്ലാവരും വലിയ വെള്ളത്തിൽ ഇറക്കിയിട്ടത് ക്യാരിയർ പോണൊരു കാഴ്ചയുണ്ടാ. പക്ഷെ ഈ ഒരു മീൻ പിടുത്തം പൊന്നു മക്കളെ നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഫിർദോസിന്റെ രണ്ടാമളോട് ഈ കിടക്കുന്നത് ഇത് പുതിയ വെള്ളം ഉണ്ടോ 1 ഉം 2. ഇത് ഈ ഒരു പ്രസ്ഥാനം 3 ചേട്ടനിയന്മാർ കൂടി കൊണ്ടുപോകണാണ്. അതിൽ ഒരാളാണ് അൻസാരിക്കേട്ട. ഇക്കയാണ് ഈ വള്ളത്തിന്റെ സ്രാങ്ക്. മൂത്ത ആള് ആദ്യം കണ്ട വള്ളത്തിന്റെ ആര്യക്കാരനാണ്. അങ്ങനെ നമ്മള് പുതിയ വള്ളത്തിലാണ് ഫിർദോസിന്റെ, അതിൽ ആര്യക്കാരൻ സലീമിക്കേട്ട. അങ്ങനെ 3 ചേട്ടനിയന്മാരുടെ പ്രസ്ഥാനമാണ് ഈ ഫിർദോസ് എന്ന് പറഞ്ഞ വള്ളം. പിന്നെ ഇവരുടെ കൂടെ കട്ടക്ക് നിൽക്കണത് ഈ വള്ളത്തിലുള്ള പണിക്കാരുമാണ് കേട്ടോ. അങ്ങനെ വള്ളം മുതലപ്പൊഴിയിൽ നിന്ന് നേരെ കടലിലോട്ട് പോണ ഒരു കാഴ്ചയാണ്. ഇപ്പൊ പോലും ഞാൻ പോലും പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ വലയിൽ അല്ലെങ്കിൽ നമ്മ അടിക്കാൻ പോണ വലയിൽ ഇത്രയും വലിയ മീൻ കിട്ടുമെന്നിട്ട് ഭയങ്കര അധികം സന്തോഷത്തോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കണം തന്നെ കേട്ടാ. നിരവധി വള്ളങ്ങൾ ഇതേ കടലിലോട്ട് പണിക്കായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും കടലിലോട്ട് പോണത്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ക്യാരിയറൊക്കെ ഇവിടെ കെട്ടി നിർത്തുന്ന ഒരു കാഴ്ച കേട്ടാ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മക്കളെ പെട്ടെന്ന് മീൻ കണ്ടത്. വറ്റട വലിയൊരു കൂട്ടം. അത് കണ്ടപ്പോൾ തന്നെ 2 പേരും ചാടാൻ വേണ്ടി റെഡി ആയി നിൽക്കണം. ഇനി അവിടെ നിന്ന് കൊമ്പത്തുനിന്ന് സലീമിക്ക് ആര്യ കാണിച്ചാൽ മതി. ഇക്കയാണെങ്കിൽ ഈ മീൻ വറ്റ കണ്ടിട്ട് ഒറ്റയടിക്ക് അടിച്ചില്ല. ഇതിനെ കണ്ട് മൊത്തം വശങ്ങളൊക്കെ നോക്കി അളന്ന് മുറിച്ച ആള് ആര്യ വിട്ടിട്ടുണ്ട്. ആര്യ എന്നാണ് ഈ പറയണത്, ആളെ ചാടിക്കണത് ആര്യ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വല വറ്റക്ക് വേണ്ടി കറങ്ങണ ഒരു കാഴ്ചയാണ്. ഈ ഒരു വല കറങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ ദൈവമേ വലക്കുള്ളിൽ മീൻ ഉണ്ടാവണമെന്ന്. പക്ഷേ ഞാൻ ഇതുവരെ ഈ ഒരു വള്ളത്തിൽ വന്നിട്ടും ഇക്കടെ ഈ ഒരു ആര്യ കാണിക്കലും ഇതുവരെ കണ്ട മീൻ പുറത്തു പോയിട്ടില്ല കേട്ടാ. അതാള് കൃത്യമായിട്ട് അളന്ന് മുറിച്ച് അടിച്ച് വലക്കുള്ളിൽ മീനെ കയറ്റും ആള്. ആ ഒരു കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടാ. അങ്ങനെ വല പോണ പോക്ക് നോക്കിയേ. ഇപ്പോഴും ഉള്ളിലൊരു പെടപ്പാണ് ഈ ഒരു വല മൊത്തം അങ്ങോട്ട് പോകുമ്പോൾ. അത് വല അടിക്കണ ആ സമയത്ത് എല്ലാവരുടെ ഉള്ളിലുണ്ടാവും കേട്ടോ. എല്ലാവരും നോക്കി നിൽക്കുകയാണ്, ആകാംക്ഷയിൽ നിൽക്കുകയാണ്. കാരണം ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ സാധാരണ എപ്പോഴും കിട്ടണ ഒരു മീനല്ല വറ്റയെന്ന് പറഞ്ഞാൽ. അതൊരു സമയത്ത് മാത്രം. അതും നമുക്ക് കിട്ടിയത് ഇത്രയും വള്ളങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ വൈകിയാണ് കടലിലോട്ട് ഇറങ്ങിയത്. നമുക്ക് മുന്നേ നിരവധി വള്ളങ്ങൾ കടലിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഈ ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഇതൊക്കെ ഒരു ഭാഗ്യവും നാം ബാധി ദൈവം ബാധി എന്നാ പറയണത്. അതുപോലൊരു ഇതാണ്. ദൈവം നമുക്ക് മുന്നിൽ കാണിച്ചത്, ബാക്കി നമ്മൾ അങ്ങോട്ട് കഷ്ടപ്പെട്ട് അങ്ങോട്ട് പിടിച്ചെടുക്കണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ നേരെ റോപ്പ് പിടിച്ച് കയറ്റണം നല്ല ആവേശത്തിൽ എല്ലാവരും കൂടി. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോട്ടാ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയാൻ മറക്കരുതേ. സാധാരണ മീൻ വലക്കുള്ളി കയറി കഴിഞ്ഞാൽ ആള് വായും മീനെ പേടിപ്പിക്കാൻ. പക്ഷെ ഇവിടെ പേടിപ്പിച്ചാലും നമ്മുടെ വലിപ്പമുള്ള മീനായതുകൊണ്ട് മീൻ വല പൊളിച്ചു പോകും. അതുകൊണ്ട് മീനെ പേടിപ്പിക്കുന്ന രീതിയിൽ ആള് വായാനൊന്നും നിന്നില്ല കേട്ടാ. പിന്നെ റിങ്ങെല്ലാം കയറി കഴിഞ്ഞ് പിന്നെ ഇനി എല്ലാവരുടെയും ആവേശത്തിലുള്ള വല പിടുത്തോണ്.
ഓരോ താളത്തിലും ഈണത്തിലും ഇതേ വല പിടിച്ച് അങ്ങോട്ട് കയറ്റാണ്. മീൻ ഇത്ര വലിയ മീനൊക്കെ വലക്കുള്ളിൽ കയറി കിടക്കുമ്പോൾ പിന്നെ ഇത്തിരി ആവേശമൊക്കെ ശരിക്കും അങ്ങോട്ട് കൂടോട്ടെ. എല്ലാവരും കൂടി ഒത്തുചേർന്ന് വല പിടിച്ച് കയറ്റേട്ടാ. ഇനി കയറണ കണ്ടോ കാഴ്ച മക്കളെ. വല ഇവിടെ പിടിച്ച ആവേശത്തിന് കയറ്റുമ്പോ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം ഉണ്ട്. അതെ, കാരിയർ വെള്ളത്തിലിരിക്കണവരും മുഖത്ത് സന്തോഷവും ആവേശവും കണ്ട. പിന്നെ വീഞ്ചി അമരത്തും വീഞ്ചുണ്ട്. ആ ഒരു വീഞ്ചില് റോപ്പ് കണ്ട കയറ്റി എടുക്കാണ്. ഇതിപ്പോ ഒരാൾ നിന്ന് അങ്ങനെ കയറ്റിയാ മതി. അങ്ങനെ അമരത്തും മണിയത്തും എല്ലാം ആവേശം ഉണ്ടാ. ആവേശത്തിൽ അങ്ങനെ പിടിച്ച് കയറ്റിയാണ് വല. അങ്ങനെ വല ചുരുങ്ങി വന്നപ്പോ ഇവിടെ ആവേശത്തിൽ വല പിടിച്ചേരാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാലേ ആര്യക്കാരനുപരി ആള് ഓൾറൗണ്ടാണ്. എല്ലാ പണിയും ഓടി നടന്നെടുക്കും. വലപ്പണിയാണെങ്കിലും വല പിടിക്കാനാണെങ്കിലും വല പിടിച്ച് കയറ്റുമ്പോഴാണെങ്കിലും കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ആവേശം കൊടുത്താണ് ആള് വല പിടിച്ചു തരേണ്ടത്. ആളുടെ തൊണ്ട പൊട്ടിയാലും ആള് വല പിടുത്തവും ആ ഒരു ഒച്ചയും ബഹളവും ഒന്നും നിർത്തൂല കേട്ടോ. അത്രക്ക് നല്ല എനർജിയിലാണ് ആള് വല പിടിച്ചു തരുന്നത്. പിന്നെ ആളുടെ മൈൻഡ് സെറ്റാണ് അത് മീൻ പിടിക്കണം എന്ന് തുനിഞ്ഞ് തന്നെ ഇറങ്ങണ ഒരു മുതലാണ്ട് ആള്. അത് തന്നെയാണ് എനിക്കത് കാണിച്ചത്. ഈ കാണുന്ന റിസൾട്ട്. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങളത് കണ്ടത്. ഇത് നോക്കിയേ, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ? അമ്മാതിരി കാഴ്ച ഈ കാണുന്നത്. നമ്മൾ ഈ വല അടിച്ച 40ന്റെ വലകൾ നോക്കിയ സൈഡ് മൊത്തം കീറി പോകണം. മീനെല്ലാം വല പൊളിച്ച് ഏകദേശം കുറെ മീനൊക്കെ വല പൊളിച്ചു പോയി. എന്നിരുന്നാ പോലും നമുക്ക് ബാക്കി കുറെ മീൻ നമ്മുടെ വലയിലുണ്ടാ. കുറെ മീൻ നമ്മുടെ വലയിൽ കിടന്ന് അടിച്ച് പൊളിക്കണ്. പിന്നെ കോടന്റ് വല ഒറ്റ വേഗം തന്നെ നമ്മൾ പിടിച്ചങ്ങാട് കയറ്റി. കോടന്റ് വലയെന്നാണെങ്കിൽ മീനൊന്നും പൊളിച്ചങ്ങാട് പോകൂല. കോടന്റ് എന്ന് പറഞ്ഞ നീല വലയുണ്ടോ, നല്ല കട്ടിയാണ് ഈ ഒരു വലക്കെട്ടാ. അങ്ങനെ വല ചുരുക്കി മീനെടുക്കാൻ തുടങ്ങി. ആദ്യത്തെ മീനിക്ക ദൈവത്തിനെയൊക്കെ വിളിച്ചോണ്ട് എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഇക്ക അള്ളാനെ വിളിച്ചോണ്ട് ആദ്യത്തെ മീനങ്ങാട് എടുത്ത് നേരെ വള്ളത്തിലോട്ട് എറിഞ്ഞ് അതിന് എല്ലാവരും അങ്ങോട്ട് ഓരോന്നും പിടിച്ചങ്ങാട് വള്ളത്തിലോട്ട് ഇടേണ്ട. പിന്നെ പലരും കഴിഞ്ഞൊരു വീഡിയോയിൽ കമന്റ് ഇട്ടിരുന്നത് മീനെ വലിച്ചെറിയരുന്ന്. നമുക്ക് ഈ മീൻ അധികം പിടിച്ച് തന്നെ നിൽക്കാൻ പറ്റില്ല. കാരണം ഈ മീനെ ഗ്ലൗസ് ഇട്ട് പിടിക്കുമ്പോഴും ഇതിന്റെ അടി എന്ന് പറയണ്ട, അടിച്ചാൽ നമ്മുടെ മോന്തൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ
മോറ് പൊളിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് കയ്യിൽ പിടിച്ചല്ലെങ്കിൽ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഈ മീനെ നമുക്ക് ഒരിക്കലും വള്ളത്തിലോട്ട് ഇടാൻ പറ്റില്ല. അതിന്റെ വാലെ പിടിച്ച് പൊക്കി നമ്മൾ നേരെ എറിയാണ് ചെയ്യുക. അല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്കിങ്ങനെ കുളത്തിയെടുക്കാൻ അതിനുള്ള സംഭവമില്ല, സമയവും എടുക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വാലെ പിടിച്ചാണ് എടുക്കണം. അല്ലെ മീനെ ചാവാനായിട്ട് കുറെ ടൈം എടുക്കും. അതുകൊണ്ട് നമുക്കിത് കരയിൽ എത്തിക്കാൻ വേണം. അപ്പൊ അതുകൊണ്ടാണ് വേഗം തന്നെ കണ്ട വാലെ പിടിക്കണം എല്ലാവരും. പക്ഷെ ഈ വാലിലെ മുള്ളൊക്കെ ഉണ്ട്. ഇത് അടിച്ചു കൊണ്ടാൽ നമ്മുടെ മോറാണെങ്കിലും കൈയാണെങ്കിലും ഒക്കെ പൊട്ടും പൊളിയൊക്കെ ചെയ്യും. അത് നല്ലൊരു റിസ്ക് ഉണ്ട് ഈ മീൻ പിടിക്കാൻ തന്നെ. എല്ലാവരും നല്ല മാക്സിമം ഗ്ലൗസ് ഇട്ട് തന്നെ പിടിക്കുകയാണ്. അങ്ങനെ ഓരോ മീനെ നമ്മൾ ക്യാരിയറിന്റെ വള്ളത്തോട്ട് ഇടുകയാണ്. അത് കൂടാണ്ട് ഇനി റോപ്പിട്ട് കെട്ടി വാലിൽ റോപ്പിട്ട് കെട്ടുകയാണ്. എന്നിട്ട് നേരെ വലിയ വള്ളത്തിലോട്ട് മീൻ എടുക്കണ ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഉണ്ടായിരുന്നു മീൻ ഇങ്ങനെ എറിയരുത്. അപ്പൊ ആ എറിയണതിനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് ഈ കാഴ്ചകളിൽ പറയണേ കേട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല മീൻ എടുക്കാനായിട്ട്. പിന്നെ നെഗറ്റീവ് പറയുന്ന കൂട്ടുകാരോട് നിങ്ങൾ ഈ വന്ന് ഈ പണി എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. കാണുമ്പോൾ അതിന്റെ എളുപ്പവും കാര്യങ്ങളും തോന്നും. ഈ വറ്റക്ക സൈഡിൽ കാണാൻ മുള്ളെന്നൊക്കെ പറഞ്ഞാൽ അസ്ത്രം പോലിരിക്കണ മുള്ളാണ്. അതൊക്കെ ഒന്ന് കൊണ്ടങ്ങോട്ട് കീറിക്കഴിഞ്ഞാണ്ടല്ല പിന്നെ പണിപ്പാളും. അത്രക്കും അസ്ത്രം പോലിരിക്കണ മുള്ളാണ്ടാ. പിന്നെ അതേ ചെറിയ ഡിങ്കിയിലൊക്കെ ഇറങ്ങി ഇക്കതെ റോപ്പ് ഇട്ട് കണ്ട മീൻ്റെ വാലിൽ അങ്ങോട്ട് കെട്ടിക്കൊടുക്കണം. അപ്പൊ വാലിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ മേലോട്ട് പൊക്കാൻ പറ്റും. അങ്ങനെ പൊക്കിയും പിടിച്ചോട്ട് നമ്മൾ വേഗം വേഗം മീൻ ഓരോന്ന് വെച്ച് നേരെ വള്ളത്തിലോട്ടും വലിയ വള്ളത്തിലോട്ടൊക്കെ എടുക്കുകയാണ്. കാരണം നമ്മൾ സാധാരണ മീൻ പിടുത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചേക്കണത് മാലി ഉപയോഗിച്ച് കുത്തി മീൻ എടുക്കണം. പക്ഷെ ഇവിടെ മാലി ഉപയോഗിക്കാൻ പറ്റൂല. മാലിലൊക്കെ വലിപ്പം വന്ന മീനാണ് നമുക്ക് വലയൊക്കെ കിടക്കണേട്ടാ. അതേ ഓരോ മീനെടുത്ത് വള്ളത്തിന്റെ പെട്ടിയിലോട്ടും അതുപോലെ ക്യാരിയിലോട്ടൊക്കെ ഇടുന്ന ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണണേട്ടാ.
മൊത്തം വീഡിയോ ഉണ്ട്. Okay. 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 ഇത്രയും നല്ല അടിപൊളി ഒരു മീൻപിടുത്തവും കാഴ്ചകളും ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് പറയാൻ മറക്കരുത്. നിങ്ങളെ തന്നെ സപ്പോർട്ടും ലൈക്കുമാണ്. ഇനിയും ഇതുപോലത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളിലോട്ട് എത്തിക്കാനുള്ള എൻ്റെ ഒരു ആവേശോട്ടാ. അപ്പൊ സലീമിക്കടെ കൂടെ ഞാനെന്തേ മീൻ പിടിച്ച് അങ്ങോട്ട് പൊക്കി പിടിച്ച് നിൽക്കേണ്ട ഇക്കാരുടെ ഓർത്തിന് അങ്ങോട്ട് പിടിച്ച് പൊക്കണം കൊമ്പാന്ന് പറയണത് ഞാനും പിടിച്ച് അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് എടുത്ത് ഇടാൻ തുടങ്ങിയിട്ടാ. ഇപ്പൊ ഈ കാണുന്ന മീനുകൾ എല്ലാം പല പല വെയിറ്റ് ആണ്. 25 കിലോ, 30 കിലോ, ഏറ്റവും വലുത് തൂങ്ങിയത് നമ്മുടെ 66 കിലോ ആണ് ട്ടാ. അപ്പൊ 66 കിലോ വല്ല വലിപ്പം എന്റെ മീനുണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് എല്ലാരും അല്ല, ഒരെണ്ണം, ഒറ്റ ഒരെണ്ണം. പിന്നെ പലതും 40ഉം 50ഉം 25ഉം 30ഉം 35ഉം പല പല വെയിറ്റ് ആണ് ഈ കാണുന്ന മീനുകൾ. എല്ലാം നല്ല തക്കിടുമുണ്ട മീനുകളാണ് ഈ കിടക്കണത്. ഏക്ക കണ്ട കിടക്കണ കിടപ്പ് നോക്കിയേ. ഇവന്മാരെ എല്ലാത്തിനെയും ഓരോ സൈഡിലായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ടൈറ്റാക്കി അങ്ങനെ അങ്ങനെ വെച്ച് അങ്ങോട്ട് വിടേട്ടാ. അപ്പുറത്തെ കള്ളിയിലും ഇപ്പുറത്തെ കളിയിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്യാണ്. ബാക്കി നമ്മൾ ചെറിയ ക്യാരിയറിൽ കടലിലോട്ട് അതും ആക്കിയിട്ട് നമ്മൾ നേരെ കരക്ക് പിടിക്കേണ്ട മീനെല്ലാം. അങ്ങനെ ഏകദേശം മീനെല്ലാം എടുത്ത് തീരാറായി. പിന്നെ ഈ ഒരു കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കറുത്ത മീനെ കാണില്ലേ, അതാണ് ക്ലാത്തി. അവന്മാരെ കഴിക്കാൻ വേണ്ടിയാണ് ഈ കാണുന്ന മുതലുകൾ പുറകെ വന്നിട്ടാ. ഇതുങ്ങളാണ് അവന്മാരുടെ എര. ആ കാണാൻ ചെറിയ ക്ലാത്തി കുട്ടന്മാരട്ട. അങ്ങനെ വലയിലെ മീൻ കയറി ഏകദേശം വല ഒതുങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒന്നും കൂടി വലിച്ചങ്ങാട് അടിപ്പിക്കേണ്ട വല മൊത്തത്തിൽ.
അടിയിൽ കേട്ടേക്ക് അങ്ങനെ പിടിച്ചാൽ ഭയങ്കര മുള്ളാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ വല അടിച്ചിട്ടുള്ള ആ വറ്റ തക്കിടുമുണ്ട വറ്റക്കുട്ടന്മാര് നമ്മള് മൊത്തത്തിൽ വലക്കുള്ളിലാക്കി വലയിന്ന് എടുത്ത് നമ്മളിത് വള്ളത്തിലോട്ടാക്കി. അങ്ങനെ നമ്മുടെ പണിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത് കുറച്ച് ചൂര ഉണ്ടായിരുന്നു, ചൂരക്കുട്ടന്മാര്. അവന്മാരെയും കൂടി നേരെ അങ്ങോട്ട് പൊക്കി വലയിലോട്ട് ഇടുന്ന ഒരു കാഴ്ചയാണ്. ലാസ്റ്റ് നമ്മുടെ വലയിലുണ്ടായത് കുടുത, ചൂരയും കുടുതയൊക്കെ ഇട്ട് കണ്ട. ഇതിന് രണ്ടുപേരും ഒറ്റ ആള് തന്നെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ. ഇതിനെ ചൂര, കുടുത, പിന്നെ അതിൻ്റെ കൂടെ കേരയും ഉണ്ടായിട്ടാ. അപ്പം ഇതൊക്കെ നേരെ നമ്മൾ വള്ളത്തിലോട്ട് ഇടുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ ഏകദേശം ഇപ്പം കാണുന്നത് നമ്മുടെ കലാശക്കൊട്ടാണ് നിങ്ങളീ കാണുന്നത്. ആ കലാശക്കൊട്ട് തീരുമ്പോൾ വാരി വാരി അങ്ങനെ ഇടേണ്ട ബാക്കിയുള്ള മീനുകൂടി. അങ്ങനെ മീൻ പിടുത്തവും കാര്യങ്ങളും കഴിഞ്ഞത് അതിന് മീൻ വെട്ടി അങ്ങോട്ട് കറി വെക്കാൻ വേണ്ടി പോവേണ്ട. അപ്പൊ അതിന്റെ മീൻ വെട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് ഈ ഇരിക്കുന്ന രണ്ട് മുതലുകളാട്ടാ. രണ്ടല്ല 3 പേര് സൽമാനിക്കടക്കം ഈ മീൻ വെട്ടിന്റെ അടിപൊളി ആൾക്കാരാണ്. കണ്ട വെട്ടറ സ്റ്റൈല് നോക്കിയേ. അലുവ കഷ്ണം വെട്ടിയിടുന്ന കാഴ്ച ഇതിനകത്ത് നിങ്ങൾക്ക് കാണും. അതുപോലെ തന്നെ മുള്ളെല്ലാം കളഞ്ഞ് നല്ല കട്ടിയുള്ള പീസുകളാക്കി നല്ല അലുവ കഷ്ണം പോലെ അങ്ങോട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ. ഓരോ മീൻ വെട്ടിൻ്റെ ഓരോ രീതിയുണ്ട്. ചിലവർ മീൻ വെട്ടുമ്പോൾ നമുക്ക് തന്നെ ഇത് എന്താണ് ഈ കാണിക്കണമെന്ന് ചോദിക്കും. മീൻ അങ്ങാട് വെറുതെ ചാണാൻ പോലെയൊക്കെ കളയും. അതായത് വെറുതെ ഇങ്ങനെ ആകെ അലമ്പാക്കി കളയും. മുറിക്കാനും അറിയൂല, മുറിച്ചാൽ തന്നെ എല്ലാം പല രീതിക്ക് ഇങ്ങനെ മാംസമൊക്കെ പുറത്തു വരും. പക്ഷെ ഈ ഒരു മീൻ വെട്ട് നിങ്ങൾ നോക്കിയാൽ എന്താ ഭംഗി. ആ വെട്ടിയിടുന്ന ഒരു കാഴ്ച കണ്ട. നല്ല അലുവ കഷ്ണം പോലെ ഇങ്ങനെ മുറിച്ചങ്ങാട് ഇടേണ്ട. വെട്ടിയ കഷ്ണങ്ങളൊക്കെ വാരി കലത്തിലോട്ട് എണ്ണി ഇട്ടിട്ടാ. കാരണം ആളെണ്ണം അനുസരിച്ച് 3 പീസും 2 പീസൊക്കെ വെച്ച് കൊടുക്കണമല്ല. അപ്പൊ അതിന് കൃത്യം എണ്ണയൊക്കെ ചെയ്യും. എന്നാലേ കുറഞ്ഞു പോകാൻ പാടില്ല, കൂടിപ്പോയാലും കുഴപ്പമില്ല നമുക്ക്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ കടൽ വെള്ളത്തിൽ തന്നെ ഓസ് ഉണ്ട്, അതങ്ങനെ അടിച്ചങ്ങോട്ട് കഴുകി ക്ലീൻ ആക്കി ഇടും. പിന്നെ കത്തിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി പിന്നെ ഇതിനകത്ത് നന്നായിട്ട് കഴുകി എടുക്കണം. ഇപ്പൊ കിട്ടിയ മീനായതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യം ഞാനായിട്ട് പറയണ്ട. അപ്പൊ അതുകൊണ്ട് നല്ലതുപോലെ ആ ചോരമയവും കാര്യങ്ങളൊക്കെ ശരിക്കും കളയാൻ വേണ്ടി ഊറ്റിയെടുത്ത് നന്നായിട്ട് കഴുകിയാൽ എന്നാലും പോവുകട്ടാ. നല്ലതുപോലെ കഴുകിയില്ലെങ്കിൽ ആ ചോരമയവും കാര്യങ്ങളും പോകൂല. 1ഉം 2ഉം പ്രാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് ശരിക്കും അങ്ങോട്ട് കഴുകും. ആദ്യം കഴുകുമ്പോൾ പിന്നെ ഉപ്പോളം ഒഴിച്ച് കഴുകുള്ളട്ടാ. അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കും. ഇവിടെ മീനെല്ലാം കഴുകി ക്ലീൻ ആക്കി എടുത്തപ്പോ അടുക്കളയിൽ അവിടെ കറി റെഡിയാക്കി തുടങ്ങി കേട്ടാ. മസാലയൊക്കെ ഇട്ട് ഗ്രേവി പോലെ ഇവിടെ സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് പൊടിക്കൂട്ടും കൂടി ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഈ ഒരു സമയം പണിയൊക്കെ എടുത്ത് നന്നായിട്ട്
കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പൊ വേഗം തന്നെ ഒരു സൈഡിൽ നിന്ന് മീൻ വെട്ടി കഴുകി ക്ലീൻ ആക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കലം വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് മീൻ കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. കഴുകി വെച്ച മീനൊക്കെ ആ കറിയിലോട്ട് അങ്ങോട്ട് വാരി വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട. എല്ലാ മീനും വാരി അങ്ങോട്ട് ഇട്ടിട്ട് ഇനി നേരെ കയ്യിലെടുത്തിട്ട് ആ ചാറിലോട്ട് മീനിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പയ്യെ പയ്യെ മുക്കി കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് കഞ്ഞിയുടെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ കറി വെക്കണത് നന്നായിട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഈ ഒരിക്കലാണ് നമ്മുടെ മീൻകറിയും കാര്യങ്ങളും വെക്കണേട്ടാ. ആളുടെ കറി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ അടിപൊളിയാണ്. അങ്ങനെ കറിയൊക്കെ റെഡി ആയത് നമ്മൾ ഉച്ചക്കല്ല ഏകദേശം വൈകുന്നേരം ചോറ് കഴിക്കുമ്പോ അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു കിടിലം കറിയാണ്. തലക്കഷം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അങ്ങനെ അപ്പോഴായിരിക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്താൽ ഒരു അടിപൊളി കിടിലം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കലും ഒരിക്കലും. അപ്പൊ ഇനി നല്ല അടിപൊളി കിടക്കാൻ വേണ്ടി ടാറ്റാ.